സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമസ്കാരം, സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഒരു നവരാത്രി പൂജ ആരംഭം കഴിഞ്ഞ് ഇനി പൂജയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നവരാത്രി പൂജ ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പൂജാകാലത്ത് ദേവി മഹാത്മ്യമോ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമ ജപങ്ങളോ ഇതെല്ലാം തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പം എന്തുകൊണ്ടും നമുക്ക് ഈ ഗ്രന്ഥ പരിചയം അല്ലെങ്കിൽ ഗ്രന്ഥ പഠനങ്ങൾ നമുക്കത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊണ്ടുതരും. അപ്പോൾ മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണ് ഗ്രന്ഥ പാരായണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പഠനം, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ലളിതാ സഹസ്രനാമം അത് ജപിക്കുന്നതും ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് തുടങ്ങാം. അതിന് പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു നവരാത്രി പൂജ കാലം. അതുകൊണ്ട് ഈ കാലത്ത് സഹസ്രനാമ പാരായണം തുടങ്ങുക. അപ്പം നമുക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അത് അങ്ങനെ ആയാൽ ശരിയാവും, ഇത് കുളിച്ചിട്ട് വായിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പകുതി വെച്ച് വായന എങ്ങനെയെങ്കിലും ഇപ്പോൾ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ നമുക്ക് ചിലപ്പോൾ പോയി അവരെ സ്വീകരിക്കേണ്ടി വരും, അപ്പോൾ അത് നിർത്തണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇങ്ങനെ പാടുമോ, അങ്ങനെ പാടുമോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഭഗവാൻ അല്ലെങ്കിൽ ദേവി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കുറച്ചെങ്കിലും ചെയ്യുന്നത് അത് ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം, മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഓരോ നാമവും ഒരു മന്ത്രമാണെന്ന് പറയും. അപ്പോൾ ഇതിൽ 1000 നാമങ്ങളുണ്ട്. അപ്പോൾ അത് 1000 മന്ത്രങ്ങളാണ്. അല്ലെങ്കിൽ ഈ സഹസ്രനാമ ജപം തന്നെ ഒരുമിച്ച് ഒരു മന്ത്രമായിട്ട് നമുക്കെടുക്കാം. അപ്പം ഈ ഒരു പൂജാകാലത്ത് എല്ലാ വിദ്യകളും ആരംഭിക്കുന്ന ഒരു സമയം കൂടിയായിട്ട് പലരും അതിനെ കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, വിദ്യാരംഭം എന്ന് പറയുന്നത്. അപ്പോൾ 9 ദിവസത്തെ പൂജാ സമയത്ത് അവസാനത്തെ 3 ദിവസം സരസ്വതി ആയിട്ടാണ് നമ്മൾ കേരളത്തിലും കൂടുതൽ ആ ഒരു സമയത്തിനാണ് ഒരുപാട് പ്രാധാന്യമുള്ളത്. അപ്പോൾ പൂജ വയ്ക്കുന്ന അഷ്ടമിയും അതുപോലെ മഹാനവമിയും അതുപോലെ ദശമിക്കാണ് വിദ്യാരംഭം. അങ്ങനെ ആ വിദ്യാരംഭ സമയത്ത് നമുക്ക് എല്ലാ കലകളും എന്തെങ്കിലും അഭ്യസിക്കുന്നവർക്കൊക്കെ അത് തുടങ്ങാനും ഉള്ള നല്ല സമയമാണ്. ഇനി അത് പിന്നെ നമുക്കിപ്പോൾ ദേവിയുടെ നാമങ്ങൾ തന്നെ പറയുന്നുണ്ട്. 794-ാമത്തെ നാമത്തിൽ കലാമാല എന്ന് പറയുന്നത് കലകളെ 64 കലകളെ ദേവി മാലയായിട്ട് അണിഞ്ഞിരിക്കുന്നു എന്ന്. അതുപോലെ 798-ാമത്തെ നാമം പറയുന്ന കലാനിധി എന്നാണ്, കലകൾക്ക് ഇരിപ്പിടമായവൾ. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ ഈ ഒരു സഹസ്രനാമം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ കാവ്യങ്ങളിലും കലാരൂപമായിട്ട് ഉള്ള ആ ദേവിയാണ് ഉള്ളത് എന്നും എല്ലാ വിദ്യകളും ആരംഭിക്കാൻ ഏറ്റവും നല്ല സമയം പിന്നെ ഈ ഒരു പൂജാകാലം തന്നെയാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. കാരണം ദേവി കലകൾക്ക് ഇരിപ്പിടമായവളാണ് എന്ന് പറയും. അതുകൊണ്ടാണ് പിന്നെ സഹസ്രനാമ ജപങ്ങൾ പോലും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൂജാകാലത്ത് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് പിന്നെ കാരണം അതിന് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി അത് പഠിക്കാൻ ആണെങ്കിൽ കുറച്ചായിട്ട് അത് വായിച്ചെടുക്കാം. അതിനി ഒരുമിച്ച് വായിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചിലർ പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. ഈ 1000 നാമങ്ങളും ഒറ്റയടിക്ക് തുടക്കക്കാർക്ക് ഒരുമിച്ച് വായിക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ട് പലതരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അതിനും ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വായിച്ച് പഠിക്കുന്ന ആ ഒരു സമയത്തൊക്കെ കുറച്ച് വായിച്ച് നിർത്തുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആ ഒരു പിന്നെ അന്ധവിശ്വാസങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കുളിച്ചില്ലെങ്കിലും ശുദ്ധമായിട്ട് ശരീരമൊക്കെ ശുദ്ധമാക്കിയിട്ട് നമുക്ക് പിന്നെ
ഇരുന്ന് നാമം ജപിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ സമൂഹത്തിൽ അതിനെയൊക്കെ കുറിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ പരന്നിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സഹസ്രനാമം അതിൻ്റെ അർത്ഥമൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾ 791 മുതൽ 800 വരെയുള്ള നാമങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗം സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ കവർധിനി കലാമാല കാമദുഃഖാമരൂപിണി കലാനിധി കാവ്യകല രസജ്ഞ രസശേവതി. ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം 791 നാമം സത്യജ്ഞാനാനന്ദരൂപ. സത്യവുമായിട്ടും ജ്ഞാനമായിട്ടും ആനന്ദമായിട്ടും ഉള്ള സ്വരൂപത്തോടു കൂടിയവൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദേവി സത്യസ്വരൂപവുമാണ്, ജ്ഞാനസ്വരൂപവുമാണ്, ആനന്ദസ്വരൂപം. അത് ഈ കാര്യം നമ്മൾ പല നാമങ്ങളിലും ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൻ്റെ മുമ്പ് എല്ലാ നാമങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നോക്കാം. അപ്പോൾ സത്യമായിട്ടും ജ്ഞാനമായിട്ടും ആനന്ദമായിട്ടും ഉള്ള സ്വരൂപത്തോടു കൂടിയവൾ, അതാണ് സത്യജ്ഞാന ആനന്ദരൂപ എന്നുള്ള നാമം. ഇനി സമരസഭാവം, അതിൽ പരമായ അയനമായവൾ എന്ന് കാണിക്കുന്ന 792 നാമം സാമരസ്യപരായണ. സമരസഭാവം തന്നെ പരമായ അയനമായവൾ. അതായത് സമരസഭാവം എന്ന് പറയുമ്പോൾ എല്ലാത്തിനോടും സമരസപ്പെട്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് അധികവുമല്ല, ന്യൂനവുമല്ല, അധികവുമല്ല. ന്യൂനം കുറവ്, അധികം കൂടുതലും അല്ല, കുറവുമല്ല. എല്ലാത്തിലും ആ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആ ഒരു സമചിത്തത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ വേറൊരു ഭാഗമാണത്. അപ്പോൾ ശിവശക്തി സാമരസ്യമാണ് ഇവിടെ കാണിക്കുന്നത്. ശിവശക്തി സാമരസ്യം പരമായ സ്ഥാനമായുള്ളവൾ എന്നാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം. ശിവനെന്നും ശക്തിയെന്നും 2 രൂപങ്ങളായിട്ട് പിരിഞ്ഞ ആ ഒരു ശക്തി, ഈ ഭഗവത് ശക്തി, അത് അധികവുമല്ല കുറവുമല്ല, അത് ഉത്കൃഷ്ടമായിട്ടും സർവശ്രേഷ്ഠവുമായിട്ടും സൃഷ്ടിയിലും സ്ഥിതിയിലും സംഹാരത്തിലും ഒക്കെ സ്ഥിതി ചെയ്തുകൊണ്ട് വ്യാപരിക്കുന്നവൾ ദേവി എന്ന് അർത്ഥം. അപ്പോൾ സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ജയവും പരാജയവും ഒക്കെ ഒരേ മനോഭാവത്തോടു കൂടി സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ സമരസഭാവം എന്ന് പറയുക. അതിന് വേറൊരു രീതിയിൽ പറയുന്നത് സ്ഥിതധി എന്ന് പറയും. അത് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ചാപ്റ്റർ 2 ശ്ലോകം 56 പറയുന്നുണ്ട്, ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ എന്ന്. അതായത് സാമവേദത്തിൻ്റെ രസ്യത്തിൽ, സാമവേദത്തിൻ്റെ ഗാനത്തിൽ പരായണയായവൾ എന്നാണ് സാമരസ്യപരായണ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം. അപ്പോൾ ഇവിടെ ഗീതയിൽ പറഞ്ഞതുപോലെ എല്ലാത്തിലും, സുഖദുഃഖത്തിലും ലാഭനഷ്ടത്തിലും ഒക്കെ ഒരേ മനോഭാവത്തോടു കൂടി സ്ഥിതധി എന്ന് പറയും. സ്ഥിതമായിട്ടുള്ള അല്ലെങ്കിൽ സമരസഭാവം അതുള്ളവൾ. അല്ലെങ്കിൽ വേറൊരു രീതി പറയുകയാണെങ്കിൽ സാമരസ്യപരായണ എന്നുള്ളത് സാമവേദത്തിൻ്റെ രസ്യം, ഗാനം, അതിൽ പരായണയായവൾ, തൽപരയായവൾ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം സാമരസ്യപരായണ സാമവേദത്തിൻ്റെ ഗാനത്തിൽ തൽപരയായവൾ. ഇനി 793 നാമം കബർധിനി. കബർധി ശിവനാണ്, ശിവൻ്റെ പത്നി എന്നർത്ഥം. കബർധം എന്നാൽ കക്കയും ചിപ്പിയും ഒക്കെ ആണ് കബർധം എന്നതിനർത്ഥം, കക്കയും ചിപ്പിയും. അപ്പോൾ കാട്ടാള സ്ത്രീയായിട്ട് ദേവി ശിവനോടൊപ്പം അവതരിച്ചപ്പോൾ കക്കയും ചിപ്പിയും ഒക്കെയുള്ള കോർത്ത മാല അണിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് അത്ര ആ ഒരു കബർധിനി എന്ന നാമം അല്ലെങ്കിൽ പേര് ഉണ്ടായത്. ഇനി 794 നാമം കലാമാല. കലകളെ മാലയാക്കി അണിയുന്നവൾ. ഞാൻ ആ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാ കലകളും 64 കലകളും ദേവി രൂപമാണ് എന്നും, അതുകൊണ്ട് കലാമാല തന്നെ, കലകളെ തന്നെ മാലയാക്കി അണിയുന്നവൾ എന്നർത്ഥത്തിൽ കലാമാല സ്വരൂപിണി.
ഇനി നമുക്ക് ആഹ്ലാദം തരുന്ന എന്തൊരു കാര്യത്തെയും കല എന്ന് പറയാം. അപ്പോൾ സച്ചിദാനന്ദ രൂപിണിയായിട്ടുള്ള ദേവിയുടെ കണ്ഠാഭരണങ്ങളാണ് ആകർഷകമായിട്ടുള്ളതും ആനന്ദസന്ധായകവുമായിട്ടുള്ള എല്ലാ കലകളും. എല്ലാ കലകളും ദേവിയുടെ കണ്ഠാഭരണങ്ങളാണെന്ന് പറയുന്നത്, കണ്ഠത്തിലെ ആഭരണങ്ങളാണെന്ന് പറയുന്നത്. അതാണ് കലാമാല. ഇനി 795 നാമം കാമദുക്ക്. കാമദുക്ക് ആഗ്രഹങ്ങളെ കൊടുക്കുന്നവൾ എന്നാണ് അർത്ഥം. കാമങ്ങളെ തരുന്നവൾ. കാമങ്ങളാകുന്ന പാല് ഭക്തന്മാർക്ക് കൊടുക്കുന്ന കാമധേനു സ്വരൂപിണിയാണ് ദേവി. കാമധേനുവിനെ പോലെ ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്നവൾ എന്ന അർത്ഥം കാമദുക്ക്. ഇനി 796 കാമരൂപിണി. കാമൻ്റെ അല്ലെങ്കിൽ പരമശിവൻ്റെ രൂപം ധരിച്ചവൾ, അതാണ് കാമരൂപിണി. കാമദേവൻ്റെ രൂപം ധരിച്ചവൾ എന്നും പറയാം. അപ്പോൾ ഏത് രൂപവും ധരിക്കാൻ കഴിവുള്ളവളാണ് കാമരൂപിണി. 796 നാമം. ഇനി 797 നാമം കലാനിധി. കലകൾക്ക് ഇരിപ്പിടമായവൾ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദേവി എല്ലാ 64 കലകളും ദേവിയിലാണ് അല്ലെങ്കിൽ ദേവീ രൂപമാണ് എന്ന് നേരത്തെ ഒരു നാമത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും കലകൾക്ക് ഇരിപ്പിടമായതുകൊണ്ട് കലാനിധി. എല്ലാ കലകളും ദേവിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ സംഗീതമാണെങ്കിലും സാഹിത്യമാണെങ്കിലും നാട്യ രൂപങ്ങളാണെങ്കിലും എല്ലാ കലകളും ദേവിയിലാണ് ഇരിക്കുന്നത് എന്നും. ഇനി ചന്ദ്രൻ്റെ കലകൾക്ക് ഇരിപ്പിടമായവൾ എന്നുള്ളൊരർത്ഥവുമുണ്ട്. അല്ലെങ്കിൽ കല എന്നത് ഒരു കാലത്തിൻ്റെ അളവിനെ കാണിക്കുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കലാകാഷ്ഠാദി രൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോ ഭരതോ ശക്തി നാരായണി നമോസ്തുതേ എന്ന് ദേവി മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, നാരായണീ സ്തുതിയിൽ പറയുന്നുണ്ട്. കാലം ദേവിയിൽ നിഷ്ഠമാണെന്ന് പറയുന്നു. ഇനി കല എന്നുള്ളതിന് പ്രാണൻ എന്നും ഒരു ശബ്ദമുണ്ട് അല്ലെങ്കിൽ അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രാണന് ആധാരമായവൾ എന്ന അർത്ഥം. അപ്പോൾ ദേവി പ്രാണന് ആധാരമായവളാണ് എന്ന് പറയുന്നു. ഇനി കല എന്നതിന് തേജസ് എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ കലാനിധി എന്ന് പറയുമ്പോൾ തേജോ രൂപിണി എന്നർത്ഥം, അല്ലെങ്കിൽ തേജസ്സിന് ഇരിപ്പിടമായവൾ. അങ്ങനെ പല തരത്തിൽ ഒരേ നാമത്തിൽ തന്നെ പല തരത്തിൽ പറയാറുണ്ട് അതിൻ്റെ വ്യാഖ്യാനം. ഇനി ഭ്രൂണം എന്നും കലയ്ക്ക് അർത്ഥമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭ്രൂണരൂപത്തിൽ ഈ ലോകത്തെ ഗർഭത്തിൽ ധരിക്കുന്നവൾ ദേവി എന്ന അർത്ഥത്തിൽ കലാനിധി എന്ന നാമം. ഇനി അടുത്ത നാമം 798 കാവ്യകല. കാവ്യകല കാവ്യങ്ങളിൽ കലാരൂപമായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. പലതരം കാവ്യങ്ങളുണ്ടല്ലോ, ലഘുകാവ്യങ്ങൾ, മഹാകാവ്യങ്ങൾ, നാടകം തുടങ്ങിയ കാവ്യരൂപങ്ങൾ, പിന്നെ അതുപോലെ ഭാഷ കൊണ്ടുള്ള പല കൃതികൾ. ഇവയൊക്കെ കലയാകണമെങ്കിൽ അതിനകത്ത് സഹൃദയൻ്റെ ഹൃദയത്തിൽ ഒരു രസ അനുഭൂതി ഉളവാക്കുന്ന ചൈതന്യ പ്രസരം അതിനകത്തുണ്ടായിരിക്കണമെന്ന്. അപ്പോൾ ഏതും കലയാവണമെങ്കിൽ അതിനകത്ത് അതിനെ ആസ്വദിക്കുന്ന ഒരു സഹൃദയനുണ്ടല്ലോ, ആ സഹൃദയൻ്റെ ഹൃദയത്തിൽ ഒരു ചൈതന്യ പ്രസരം ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ചൈതന്യ പ്രസരം ഇല്ലെങ്കിൽ അതൊരു ശുഷ്കമായിട്ടുള്ള ഒരു ഭാഷാ രചനയായി അത് മാറും. അതുകൊണ്ട് ആ രചനകൾക്കൊക്കെ ചൈതന്യം ദേവി നൽകുന്നു എന്ന് പറയുന്നത് കൊണ്ട് കാവ്യകല എന്ന നാമം. ഇനി ദേവി പ്രസാദം കൊണ്ടാണ് കാവ്യരചന സാമർഥ്യവും ഒരാൾക്ക് ഉണ്ടാവുന്നത് എന്ന് സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ പറയുന്നുണ്ട്. ഇനി 799 നാമം രസജ്ഞ. ജ്ഞ എന്ന് പറയുമ്പോൾ അറിയുന്നവൾ എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ രസജ്ഞ, രസ പ്ലസ് ജ്ഞ, രസത്തെ അറിയുന്നവൾ. അപ്പോൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാമം തന്നെയാണ് ഇത്. കലകളിലുള്ള രസം അത് ദേവിയാണ് എന്ന് പറയുന്നു. രസാസ്വാദനം ഒരാൾക്ക് നൽകുമ്പോൾ അയാൾ സഹൃദയനായിട്ട് മാറുന്നു. സഹൃദയന്മാർക്കേ കലകളെ ആസ്വദിക്കാൻ പറ്റൂ. അതുപോലെ ആ ഒരു രസ ആസ്വാദനം ആ ഒരു സഹൃദയൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത് പോലും ദേവിയുടെ ആ ഒരു ചൈതന്യമാണ് എന്നും. രസജ്ഞ എന്ന് പറയുമ്പോൾ ആ ഒരു രസത്തെ അറിയാനുള്ള ആ ഒരു രസത്തെ അറിയുന്നവളായിട്ട് ദേവി നിന്നുകൊണ്ട് തൻ്റെ ഭക്തന്മാർക്ക് ആ രസജ്ഞത അല്ലെങ്കിൽ രസജ്ഞത കൊടുക്കുന്നു. രസത്തെ അറിയാനുള്ള ആ ഒരു കഴിവ് കൊടുക്കുന്നു, അതിനെ ആസ്വദിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു. അപ്പോൾ ഏത് കലയും നമ്മൾ ആദ്യം ആസ്വദിക്കുമ്പോഴാണ് നമ്മളത് പഠിക്കുന്നത്. അത് ആസ്വദിക്കാനുള്ള ആ ഒരു രസജ്ഞത ആ ഭക്തനിൽ നൽകുന്നു ദേവി എന്ന് പറയുന്നു.
ഇനി രസത്തിന് മധുരം, കട്ടു അല്ലെങ്കിൽ അമ്ളം തുടങ്ങിയ രസങ്ങൾ നാവ് കൊണ്ട് രുചിക്കുന്ന രസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഭോജ്യ വസ്തുക്കൾ നമ്മൾ പലതും കഴിക്കുമ്പോൾ അതിൻ്റെ രസം അറിയണമെങ്കിൽ പോലും ആ രസനാസ്വരൂപിണിയായിട്ട് നമ്മുടെ നാവിൽ ദേവി ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെയും രസജ്ഞ, രസത്തെ അറിയുന്നവൾ, പലതരം രുചി അറിയുന്ന രസത്തെ, പലതരം രുചികൾ അറിയാനുള്ള രസനാസ്വരൂപിണിയായിട്ട് ദേവി ഇരിക്കുന്നു എന്ന്. ഇനി അല്ലെങ്കിൽ രസത്തിൻ്റെ ബ്രഹ്മം എന്നും അർത്ഥമുണ്ട്. രസം ബ്രഹ്മമാണെങ്കിൽ ബ്രഹ്മാനന്ദം എന്നാണ് രസജ്ഞ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഇവിടെ രസത്തിന് ബ്രഹ്മം എന്നും ഉള്ള ഒരർത്ഥമുണ്ട്. ബ്രഹ്മം എന്ന അർത്ഥം പറയുകയാണെങ്കിൽ ബ്രഹ്മാനന്ദമായിട്ടാണ് ദേവി ഇരിക്കുന്നത് എന്നർത്ഥം. ഇനി ഇവിടെ 800ാമത്തെ നാമം രസശേവതിഹി, രസത്തിന് ഇരിപ്പിടമായവൾ അല്ലെങ്കിൽ രസത്തിന് നിധിയായവൾ എന്നർത്ഥം. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാവ്യങ്ങളിലും ഉള്ള രസങ്ങൾ, അതുപോലെ ഭോജ്യ വസ്തുക്കളിലെ രസങ്ങൾ ദേവി ചൈതന്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം അറിയാനും ആസ്വദിക്കാനും, അപ്പോൾ നമ്മൾ കഴിക്കുന്ന വസ്തുക്കൾ അത് ആസ്വദിക്കാനും നമുക്ക് കഴിയണമെങ്കിൽ അതിനും എല്ലാം നമുക്ക് ദേവി ചൈതന്യം നമ്മുടെ ഉള്ളിലും നമ്മുടെ നാവിലും നമ്മുടെ ശരീരത്തും ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം ഭോജ്യ വസ്തുക്കൾ പോലും അതിലത്തെ രസങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ എല്ലാ രസങ്ങളുടെയും പ്രഭവസ്ഥാനം ദേവിയാണ് എന്ന് അർത്ഥം. അതുകൊണ്ട് രസത്തിന് ബ്രഹ്മാനന്ദം എന്നും അർത്ഥമുണ്ട്. ആ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മാനന്ദത്തിന് നിധിയായവളാണ് ദേവി. അതുകൊണ്ട് രസശേവധി അല്ലെങ്കിൽ രസത്തിന് ഇരിപ്പിടമായവൾ ദേവി, അല്ലെങ്കിൽ എല്ലാ രസങ്ങൾക്കും ബ്രഹ്മാനന്ദത്തിന് തന്നെ ഇരിപ്പിടമായവൾ ദേവി എന്നുള്ള അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയ ഭാഗം സത്യജ്ഞാനാനന്ദ രൂപ സാമരസ്യ പരായണ കബർധിനി കലാമാല കാമദുഃഖമരൂപിണി കലാനിധി കാവ്യകല രസജ്ഞ രസശേവതിഹി, അതുവരെയുള്ള നാമമാണ് നോക്കിയത്. 791 മുതൽ 800 വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു ലളിതാ സഹസ്രനാമ പാരായണം ആരംഭിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൂജാകാലത്ത് അത് ഏത് ദിവസമാണെങ്കിലും അത് ആരംഭിക്കാം. അല്ലെങ്കിൽ പിന്നെ വിജയദശമി വിദ്യാരംഭ ദിവസം ആരംഭിക്കാം. അല്ലെങ്കിൽ ഈ 3 അഷ്ടമി, നവമി, ദശമി ഈ 3 ദിവസങ്ങളിലും അത് പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. ഇതൊക്കെ നമുക്ക് ഗ്രന്ഥപാരായണങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ജീവിതത്തെ ഒരുപാട് നല്ല ഒരു അവസ്ഥയിലേക്ക് നിർത്തും എന്നും ഇത് മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ അനുഷ്ഠാനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് ജീവിതത്തെ നേരിടാനുള്ള ആ ഒരു മനോബലം, ഈ അനുഷ്ഠാനങ്ങൾ, ഈ പാരായണങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഗ്രന്ഥപാരായണങ്ങൾ, ആ അറിവുകൾ, ഇതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ബലം, മനോബലം കൂട്ടുകയും ജീവിതത്തെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഫേസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഈ ഒരു പൂജാകാലം എന്ന് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും പൂജാകാലത്ത് ഇതുപോലെ ആധ്യാത്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു പൂജാകാലം, ആ ഒരു ദേവി പൂജകൾക്ക് അങ്ങനെയായിരിക്കണം പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ നമ്മൾ പുറമേയുള്ള എന്താ പറയുക ആഘോഷങ്ങളും അതിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം പുറത്താണ് കാണുന്നത്, എല്ലാം അകത്താണ് നടക്കേണ്ടത്. ആധ്യാത്മികമായിട്ടുള്ള അറിവും ആ ഒരു ശക്തിയും ഒക്കെ അകത്താണുള്ളത്. അതുകൊണ്ടാണ് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് ദേവി നാമത്തിൽ, ഈ സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്. അന്തർമുഖമായിട്ട് ആണ് ദേവിയെ അറിയേണ്ടത്. നമ്മളാണെങ്കിൽ ഇപ്പോൾ ബഹിർമുഖ സുദുർലഭ, ബഹിർമുഖരായിട്ടുള്ള ആഘോഷങ്ങളും ചടങ്ങുകളിലും മാത്രം അതും വേണം. പക്ഷെ അതിൽ മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് നേടേണ്ടത് എന്താണോ അത് നേടാതെ പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഈ ഒരു പൂജാക്കാലത്ത് നമുക്ക് ആ ഗ്രന്ഥ പാരായണങ്ങളും ആ ഗ്രന്ഥ പരിചയവും നേടിക്കൊണ്ട് സഹസ്രനാമങ്ങൾ പാരായണം, അതുപോലെ ദേവി മാഹാത്മ്യം, നാരായണീ സ്തുതി പാരായണം ചെയ്യാം. ഇതെല്ലാം വളരെ നല്ലതാണ്. അതിനുള്ള ഒരു തുടക്കം കുറിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ ദേവിയുടെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
അപ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. നവരാത്രി പൂജ ആശംസകൾ.